Good afternoon, students. നമ്മൾ ഇന്ന് തേർഡ് മൊഡ്യൂൾ മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ഇൻഫിനിറ്റ് സീരീസ്. ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ സീരീസ് എന്നുള്ള വേർഡ് മാത്രം പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സം ഓഫ് ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾജിബ്രയിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ടാണ് ആദ്യം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നമ്മൾ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ബൈനറി ഓപ്പറേഷൻ ആൻഡ് യു നോ ദാറ്റ് ഏതൊക്കെ സെറ്റുകളാണ് ക്ലോസ്ഡ് അണ്ടർ ദിസ് ബൈനറി ഓപ്പറേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങി ഇറ്റ്സ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, പക്ഷേ ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. അതായത് ഇതിന്റെ ക്ലോസ്ഡ് ആണ്, പക്ഷെ അതിന്റെ ഇൻവേഴ്സ് എലമെന്റ്സ് അവിടെ ഇല്ല. അങ്ങനെ യൂണിറ്റ് എലമെന്റും ഇല്ല. അതൊക്കെ നിങ്ങൾ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. വെൻ സീറോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഒക്കെ പറഞ്ഞു. പിന്നീട് റാഷണൽ നമ്പേഴ്സ് ഒക്കെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് തന്നെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും ആ സെറ്റ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആവുന്നുണ്ട്. ഇൻവേഴ്സും അഡിറ്റീവ് ഇൻവേഴ്സും യൂണിറ്റ് എലമെന്റ് ഒക്കെ അതിലുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും അതുപോലെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഈ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എന്നുള്ളതിൽ അത് നമുക്ക് ആ സെറ്റ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതായിട്ടൊക്കെ കാണാം. അപ്പൊ എന്തായാലും അഡിഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ടാണ്, രണ്ട് എലമെന്റ്സിന്റെ സം. ഈ ബൈനറി ഓപ്പറേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു സാധനത്തിനെ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സമ്മിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതേ ഡെഫിനേഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ? ഇഫ് യു ഹാവ് n elements, n numbers, a1, a2, etc., an, a1 plus a2 plus etc. plus an എന്നുള്ളത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ബൈനറി ഓപ്പറേഷൻ ആയിട്ട് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം a1 ആദ്യം എടുക്കുന്നു, a1 plus a2 ബൈനറി ഓപ്പറേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന സം എന്താണോ അതിനോട് a3 കൂട്ടുന്നു. എഗെയിൻ ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെ. ഈ സമ്മും ഈ നമ്പർ എന്താണ് s2 എന്നാണെങ്കിൽ s2 plus a3 എന്ന് പറഞ്ഞിട്ട് a1 plus a2 plus a3 എന്ന് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ അതിനോട് a4 കൂട്ടുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിലും നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആയിട്ട് തന്നെ അഡീഷൻ ചെയ്തുകൊണ്ട് നമുക്ക് n നമ്പേഴ്സിന്റെ സം ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഒരു ഇൻഫിനിറ്റ് സം നമുക്ക് ഈ ബൈനറി ഓപ്പറേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. a1 plus a2 plus a3 plus etc. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, സെറ്റ് ഓഫ് നമ്പേഴ്സും ഒരു ബൈനറി ഓപ്പറേഷൻ അഡീഷനും മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇൻഫൈനൈറ്റ് സം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എത്ര നമ്പേഴ്സ് കൂട്ടി 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 വന്നാലും സം പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എത്ര നാൾ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും അവസാനം ഒരു സം പറയണമെങ്കിൽ അത് നമ്മൾ ഒരിടത്ത് വെച്ച് ഒരു സ്റ്റേജിൽ വെച്ച് നിർത്തിയിട്ടാണ് അതുവരെയുള്ള സം പറയുന്നത്. അപ്പൊ എത്ര എന്നൊക്കെ പറഞ്ഞാലും അതൊരു ഫൈനൈറ്റ് സമ്മേ ആവുന്നുള്ളൂ. ഇൻഫൈനൈറ്റ് സം നമുക്കൊരിക്കലും ഈ ബൈനറി ഓപ്പറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിന്റെ ഒരു കൺസെപ്റ്റ് മാത്രം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? ഈ ഇൻഫൈനൈറ്റ് സം നമുക്കൊരിക്കലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് കൺവേർജൻസ് അല്ലെങ്കിൽ ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് നമുക്ക് ഇതിനെ കറക്റ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇങ്ങനെ എടുത്ത് കൗണ്ട് ഇങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് സം ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെയോ നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് സ്റ്റേജിൽ സം കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ ഒരു n ടേംസിന്റെ സം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആസ് n goes to infinity what will happen to the sum എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതായത് നമ്മൾ അതിന്റെ കൺവേർജൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്, കൺവേർജൻസിന്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻഫൈനൈറ്റ് സം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സീരീസ് എന്നൊക്കെ പറഞ്ഞു. സീരീസ് അപ്പൊ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്കൽ അനാലിസിസിൽ പെർട്ടിക്കുലർലി റിയൽ നമ്പേഴ്സിന്റെ സീരീസ് ആണ്. ഇൻഫിനിറ്റ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്.
അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? എന്താണ് ഇൻഫിനിറ്റ് സീരീസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം? ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതൊരു വ്യക്തമല്ല അല്ലേ? നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സീക്വൻസ്, അതായത് യു ഹാവ് ഇൻഫൈനൈറ്റ് സം എന്ന് ഞാൻ പറഞ്ഞ വ്യക്തമല്ലെന്ന് പറയാൻ കാര്യം, ഇൻഫൈനൈറ്റ് സം എന്ന് പറയുമ്പോൾ ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്, ഇൻഫൈനൈറ്റ് എന്നുള്ള വേർഡ് പറയുമ്പോൾ അവിടെ ഒരു കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു കൗണ്ടബിളി മെനി റിയൽ നമ്പേഴ്സിന്റെ സം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ A1 plus A2 plus etc. A1 plus A2 plus A3 plus etc. കൊടുത്തത് എന്തുകൊണ്ടാണ്? കൗണ്ടബിളി മെനി നമ്പേഴ്സിന്റെ സം ആണ് ഈ പറയുന്നത്. അപ്പൊ അതായത് ഈ A1 A2 A3 A4 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആയിട്ട് കാണാം അല്ലെ? അപ്പൊ നമുക്ക് you have infinitely many, അതായത് countably infinitely many elements. You have A1, A2, A3, A4, etc. So this is a real sequence. This is a real sequence, or generally it's a sequence. A1, A2 ന്റെ value real numbers ആണെങ്കിൽ it's a real sequence. Generally real sequence തന്നെ ആവണമെന്നില്ല. You have a sequence. ഈ സീക്വൻസിലെ ടേംസിന്റെ സമ്മിനെയാണ് എന്ത് പറയാ? സീരീസ് എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് എ സീക്വൻസ്. Sum of terms of a sequence is known as series. A1 plus A2 plus A3 plus etc. എന്ന് പറയുന്നതാണ് series. So what is a series? A series is the sum of terms of a sequence. Sum of terms of a sequence. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ്ലി മെനി എലമെന്റ്സിന്റെ സം ആണ്. കാരണം സീക്വൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓർഡേർഡ് സെറ്റിന്റെ ഇൻഫൈനൈറ്റ് വേർഷൻ ആണ് അല്ലെ? നമ്മള് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. അതേസമയം ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ എൻടിപ്പിൾന്നോ, അതായത് ഓർഡേർഡ് പെയർ രണ്ടെണ്ണം, ഫസ്റ്റ് എലമെന്റ് A1 ആണ്, സെക്കൻഡ് എലമെന്റ് A2 ആണ്. അല്ലെങ്കിൽ ഓർഡേർഡ് ആയിട്ടുള്ള എൻടിപ്പിൾ അല്ലെ, n എലമെന്റ്സ് വേർ ഫസ്റ്റ് എലമെന്റ് ഇസ് A1, സെക്കൻഡ് എലമെന്റ് ഇസ് A2 എക്സെട്ര an. നമ്മൾ എൻടിപ്പിൾ എന്ന് പറയും. അതിന്റെ ഇൻഫൈനൈറ്റ് വേർഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. യു ഹാവ് ഇൻഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ്, ബട്ട് അപ്പോൾ ദിസ് ഇസ് an ordered set of infinitely many elements. So ordered എന്ന് പറയുമ്പോൾ തന്നെ you have only countably many elements in it. കാരണം uncountably many elements ഉള്ള ഒരു സെറ്റിൽ എനിക്ക് ഓർഡറിൽ എലമെന്റ്സിനെ എനിക്ക് ഓർഡറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസിൽ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിന്റെ ടേംസിന്റെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് സീരീസ് അല്ലെങ്കിൽ ജസ്റ്റ് എ സീരീസ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് എ റിയൽ സീക്വൻസ്, then the sum of terms of a real sequence is known as a real series, infinite series of real numbers. So ഇത് ഞാൻ പറഞ്ഞത് ഓർഡേർഡ് പെയർ ആണ്. അതിന്റെ കുറച്ചും കൂടി ജനറൽ കേസ് ആണ് ഓർഡേർഡ് എൻടിപ്പിൾ. അതിന്റെ തന്നെ ഓർഡേർഡ് സെറ്റിൽ തന്നെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വരുമ്പോഴാണ് നമ്മൾ അതിനെ സീക്വൻസ് എന്ന് പറയുന്നത്. ആ സീക്വൻസിൽ ടേംസിന്റെ വാല്യൂസ് അനുസരിച്ച് നമ്മൾ അതിനെ ഇന്റീജർ സീക്വൻസ് എന്നോ റാഷണൽ സീക്വൻസ് എന്നോ എന്താണ് ഫംഗ്ഷൻ സീക്വൻസ് എന്നോ റിയൽ സീക്വൻസ് എന്നോ കോംപ്ലക്സ് സീക്വൻസ് എന്നോ ഒക്കെ വിളിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് എ സീരീസ്? സീരീസ് is the sum of terms of a sequence. So real series is the sum of terms of a real sequence. ഇത് എങ്ങനെയാണ് സീരീസിന്റെ സം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, അല്ലെ സം ഡിഫൈൻ ചെയ്യുന്നത്? ഈ ഇൻഫൈനൈറ്റ് സം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് നമ്മൾ ലിമിറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരു ഈ സം A1 plus A2 plus etc. എന്ന് എഴുതുന്നതിന് പകരം we write it as sigma n equal to 1 to infinity an. ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇങ്ങനെയും എഴുതാം. ഈ സം നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ we find the sum of first n terms of the sequence. ഫസ്റ്റ് n ടേംസിന്റെ സം കാണുന്നു. എന്നിട്ട് ഇതിന്റെ as n goes to infinity, if this sequence converges, which sequence?
I am defining a sequence Sn where Sn is the sum of first n terms of the series sigma an. Okay, sigma an എന്ന് ചുമ്മാ എഴുതിയാലും sigma n equal to 1 to infinity a എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. So sigma a എന്ന് വിളിക്കാം. ഈ സീരീസിനെ നമുക്ക് sigma a എന്ന് വിളിക്കാം. sigma a means a1 plus a2 plus a3 plus etc. അപ്പോൾ അതിന്റെ സം നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോണേ? നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് we find the first sum of the first n terms of the series, then we let n goes to infinity, then if the limit exists, that limit is called the sum of this infinite series. Okay, അതായത് sigma n equal to 1 to infinity an is defined as limit of n, limit as n goes to infinity, sigma say I equal to 1 to n ai. So we find the sum of first n terms, then we let limit as n goes to infinity. അതായത് to define the sum of a series, we define another sequence Sn as the sum of first n terms of the series sigma n. So this Sn is known as nth partial sum of sigma n. Nth partial sum of the series sigma n. Of the series sigma n. What is an? An or any series sigma n, we say that here an is called the nth term of the series. An is called the nth term of the series. Sigma n. Sn is called the nth partial sum. Okay, nth partial sum of the series sigma n, and sequence of these terms Sn, sequence Sn is known as sequence of partial sums. The sequence Sn is called the sequence of partial sums. Sequence of partial sums of sigma n. The series sigma n. So what is Sn? Sn is the sum of first n terms of the series sigma n. So which means the first term S1 is A1, second term S2 is A1 plus A2, third term, third partial sum, third term ഞാൻ പറയണില്ല, third term of the sequence of partial sums ആണ്. Series in the case പറയുമ്പോൾ third partial sum is A1 plus A2 plus A3 and so on. So if you consider the series sequence of partial sums Sn, it is the sequence with first term A1, second term A1 plus A2, third term sum of first 3 terms, fourth term as sum of 4 terms, first 4 terms. So as we go move on, a sum of first n terms varum alle, as n goes to infinity, it will converge. If it converge, that as n goes to infinity, if it has a finite limit, that will be equal to the sum of the infinite series sigma n. So if the sequence of partial sums converges, then we say that the series converges, or we say that the infinite series has a finite sum. Okay, if this about നമ്മൾ ഒരു സീരീസിന്റെ കൺവേർജൻസ് അല്ലെങ്കിൽ സം ഡിഫൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് വെച്ചിട്ടാണ് സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പറയണ മനസ്സിലാവണ്ടോ? If you have a sequence series, if you have a real series sigma n, sigma n ന്റെ കൺവേർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? sigma n is said to converge. Sigma n is convergent if and only if the sequence of partial sums is convergent. Is defined as, we say that
we say that if the sequence of partial sums Sn, if sequence Sn converges, then we say that the series converges. The corresponding series sigma an converges. And the limit, okay, and the limit of Sn, and the limit of Sn, and limit n goes to infinity Sn, if it exists, is known as the sum of sigma a, അല്ലെങ്കിൽ limit of sigma a എന്നും പറയാം, or limit of the series sigma a. യൂഷ്വലി പറയുന്ന വേർഡ് ലിമിറ്റ് എന്നല്ല, സം എന്നാണ്. അപ്പൊ എന്താണ് സം? സം ഓഫ് എ സീരീസ് ഇസ് ദ limit of the sequence of partial sums of the series. What is the limit of what is the sequence of partial sum? Sequence of partial sums is sequence Sn, where Sn is the sum of the first n terms of the series sigma a. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു Sn കൺവേർജ്, ഇപ്പൊ സിഗ്മ an എന്ന് പറയുന്ന സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ we can define Sn. What is Sn? Sn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിന്റെ സം. എന്നിട്ട് ഇതിന്റെ ഈ സീക്വൻസിന്റെ ബിഹേവിയർ നോക്കുക. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് സീക്വൻസ്? സീക്വൻസ് എന്റെ ബിഹേവിയർ നോക്കുക. സോറി, സീക്വൻസ് Sn. സീക്വൻസ് Sn കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സീരീസ് സിഗ്മ n കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ Sn എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ്, ഇഫ് യു ഹാവ് എ ഫൈനൈറ്റ് ലിമിറ്റ് L, we say that L is the limit of sequence Sn or സീരീസിന്റെയോ സം ഓഫ് ദ സീരീസ് സിഗ്മ a എന്ന് പറയും. L ലിമിറ്റ് ഓഫ് സീക്വൻസ് Sn എന്നും സം ഓഫ് സീരീസ് സിഗ്മ a എന്നും പറയും. ഓക്കെ, ഈ സീക്വൻസ് Sn ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും സീരീസും ഡൈവേർജ് ചെയ്യുന്നു. സപ്പോസ് സീക്വൻസ് Sn പ്രോപ്പർലി ഡൈവേർജന്റ് ആണെങ്കിൽ, പ്രോപ്പർലി ഡൈവേർജസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ പറയും സിഗ്മ an is infinity, the limit of sigma an is infinity, അല്ലെങ്കിൽ that infinite sum is infinity, sum of the series is infinity എന്ന് പറയും. അതുപോലെ പ്രോപ്പർലി ഡൈവേർജസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ we say that the series sigma an diverges to infinity, അല്ലെങ്കിൽ പറയും sum of the series sigma an is minus infinity. Minus infinity is the sum of the series എന്ന് പറയും. എന്താണ് അതിന്റെ മീനിങ്? സം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സം എന്ന് പറഞ്ഞാൽ the limit to which the sequence of partial sums of the series converges. അത് കൺവേർജ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും സീരീസും ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, പിന്നെ പ്രോപ്പർലി ഡൈവേർജന്റ് സീക്വൻസ് ആണ് സീക്വൻസ് Sn എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സീരീസിന്റെ സം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആണ് എന്നും പറയാറുണ്ട്. ഓക്കെ, so if the sequence of partial sums sequence Sn converges, then we say that the series sigma an converges, and the limit of sequence Sn is known as the sum of sigma n, sum of the series, അല്ലെങ്കിൽ value of the infinite series sigma n, അല്ലെങ്കിൽ limit of the infinite series sigma n എന്നൊക്കെ പറയും. എല്ലാം ഉദ്ദേശിക്കുന്നത് sequence of partial sums Sn converge ചെയ്യുവാണെങ്കിൽ, or the value of the infinite sum, infinite series എന്നോ infinite sum എന്നോ, series or infinite sum sigma an എന്നൊക്കെ പറയും. ഓക്കെ, ഈ സിഗ്മ an എന്നുള്ള സീരീസിനെ നമുക്ക് വേണമെങ്കിൽ the infinite series generated by the sequence an എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു sequence is the sum of terms of the series is a infinite series is the sum of terms of a sequence എന്ന് പറഞ്ഞു അല്ലേ. Infinite series is the
sum of terms of the sequence. So if you have an infinite series sigma n is equal to a1 plus a2 plus a3 plus etc plus an plus etc is the series generated by is called the infinite series generated by the it is actually the sum of terms of sequence an. So we say that it is a series generated by the sequence an. Sum of terms of a sequence an is known as the infinite series generated by the sequence an. In that, if you have a series sigma an, it may be denoted by sigma an, just sigma n എഴുതാം, sigma n equal to 1 to infinity n എഴുതാം. ഓക്കെ, ഇതൊക്കെ എഴുതാം. പിന്നെ പറഞ്ഞത് an എന്നുള്ളത് ഇവിടെ nth ടേം ഓഫ് ദ സീരീസ് ആണ്. എസ് എൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻ സം ഓഫ് ദി ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദി സീരീസ് സിഗ്മ എൻ, അതിനെ പറയുന്നത് nth പാർഷ്യൽ സം എന്നാണ്. സീക്വൻസ് എസ് എന്നിനെ പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നാണ്. The convergence of a series sigma n is defined according to the convergence of the sequence of partial sums sequence Sn. If sequence Sn is convergent, we say that series sigma n is convergent. If sequence Sn is divergent, then we say that series sigma n is also divergent. If sequence Sn has a finite limit, that limit is known as the sum of the series sigma n, or value of the infinite sum sigma n, or limit of the series sigma n. If sequence Sn diverges to properly diverges to infinity, then we say that the series sigma n also diverges to infinity, or we write the sum of the series sigma n is infinity. We just write sum of sigma n and we write okay. If Sn converges to L, then we say that L is the limit of sigma n, or L is the sum of sigma n, or the value of sigma n value of the infinite sum sigma n, and we write sigma n is equal to L എന്ന് എഴുതാം. sigma n equal to 1 to infinity അല്ലെങ്കിൽ sigma n just sigma n is equal to L എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? sigma n equal to L എന്ന് പറഞ്ഞാൽ meaning the sequence of partial sums Sn converges to L എന്നാണ് അർത്ഥം. limit of Sn is equal to L എന്നാണ് അർത്ഥം. അതായത് if you consider the sum of first n terms of the series sigma n, sigma equal to 1 to n, this sequence converges to L എന്നാണ് അർത്ഥം. As n goes to infinity, the sum of first n terms of the series sigma n, as n goes to infinity, it converges to L എന്നാണ് ഈ sigma n is equal to L എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ എസ് എന്നിന്റെ കൺവേർജൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സിഗ്മ എന്നിന്റെ കൺവേർജൻസ് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു കാര്യം എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറം ഉണ്ട്. അതായത് ഇഫ് യു ഹാവ് എ സീരീസ് കൺവേർജന്റ് സീരീസ്, ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു സിഗ്മ എൻ ഇസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് എസ് എൻ ഇസ് കൺവേർജന്റ്. ഓക്കെ, അതാണ് ഡെഫിനിഷൻ. സിഗ്മ എന്നിന്റെ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ തന്നെ അക്കോർഡിംഗ് ടു ദ convergence of the sequence of partial sums ആണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. So first we can easily prove a theorem. If sigma an is convergent, if an infinite series sigma an is convergent, then the nth term of the series an
converges to 0. ഇത് നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം? Suppose you are taking an infinite series sigma n. Okay, consider, let sigma n be an infinite series. Consider an infinite series sigma a. Okay, suppose that it is convergent. Suppose that sigma an is convergent. എന്താ ഇതിന്റെ അർത്ഥം? Sigma an is convergent means അതിന്റെ sequence of partial sums convergent ആണ്. That is, the sequence of partial sums is convergent. Sequence of partial sums, sequence Sn is convergent. What is Sn? Where Sn is the sum of first n terms of this series sigma n. Okay, so sequence n converges means Sn also converges. Suppose that sequence n converges to some number L ആണെന്ന് വിചാരിക്കാം. Okay, so suppose sequence sigma n convergent എന്ന് പറയുന്നത്, suppose this converges to L. Suppose Sn converges to L എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? an converges to 0 ആയിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് an-നെ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. Sn എന്ന് പറയുന്നത് a1 plus a2 plus etc plus an ആണ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഫസ്റ്റ് n-1 ടേംസിന്റെ സമ്മിനെ എനിക്ക് Sn-1 എന്ന് വിളിക്കാം. Sn-1 എന്ന് വെച്ചാൽ a1 plus a2 plus etc plus an-1 ആണ്. അപ്പോൾ Sn എന്ന് പറയുന്നത് ആക്ച്വലി Sn-1 plus an ആണ് അല്ലേ? സോ Sn minus Sn-1 ചെയ്താൽ an കിട്ടും. Okay, now if this Sn is convergent by algebra of sequences, Sn minus Sn-1 also converges. Okay, so we can write limit of an is equal to limit of Sn minus limit of Sn-1 by algebra of sequences. Okay, so here sequence Sn is convergent, so that by algebra of sequences an also converges, and the limit is difference of the limits. We have assumed Sn converges to L. Sn converges to L എന്നാണ് നമ്മൾ assume ചെയ്തിരിക്കുന്നത്. So limit of Sn is L. Limit of Sn-1 is also L as n goes to infinity. As n goes to infinity, Sn എന്താണോ എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യണേ, Sn-1 എന്നുള്ള സീക്വൻസ് അത് തന്നെയാണ് അല്ലേ? കാരണം സീക്വൻസ് Sn എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് S1, S2, S3 എക്സെട്ര. സീക്വൻസ് Sn-1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം എന്തോ ഒരു ടേം അതറിയില്ല, ബാക്കിയുള്ള എല്ലാം ഈ സീക്വൻസിലെ തന്നെ ടേംസ് ആണ് അല്ലേ? സോ നമുക്കറിയാം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിന്റെ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ വിൽ നോട്ട് എഫക്ട് ദ limit of the sequence or convergence of the sequence. So limit of Sn-1 is same as limit of Sn. So this is equal to L minus L, that is 0. So limit of an is 0. So we have എന്താ പറയുക ഒരു നെസസറി കണ്ടീഷൻ, വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്തൊരു കണ്ടീഷനാണ്. ഒരു സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ അതിന്റെ nth ടേം ഷുഡ് ബി ടെൻഡിങ് ടു 0. അല്ലാതെ വലിയ വലിയ ടേംസ് ഇങ്ങനെ സപ്പോസ് സിഗ്മ 1 എന്ന് പറയാണ്, ഒരു കോൺസ്റ്റന്റ് നമ്പർ തന്നെ ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 1 + 1 + 1 + എക്സെട്ര.
ഇത് കൺവേർജ് ചെയ്യോ? ഇത് കൺവേർജ് ചെയ്യില്ല. കാരണം ഇവിടുത്തെ സീക്വൻസ് എസ് എന്ന് കൺസിഡർ ചെയ്താൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ടേം 1, ഫസ്റ്റ് 2 ടേംസിന്റെ സം 2, 3 ടേംസിന്റെ സം 3, 4 ടേംസിന്റെ സം 4. ഇത് എന്ത് ചെയ്യും? ഇത് അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇറ്റ് വിൽ ഡൈവേഴ്സ് ടു ഇൻഫിനിറ്റി. സോ if this is divergent, that means sigma n is also divergent. Okay, ഇവിടുത്തെ sigma n എന്ന് പറഞ്ഞാൽ sigma 1 ഇത് divergent ആണ്. And you know that this is properly divergent to infinity, so you may write sigma 1 is equal to infinity. It is also limit is also infinity, or sum എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ തന്നെ പറയാം എന്താണ്, ഇതിന്റെ nth ടേം ടെൻസ് ടു 0 അല്ല, nth ടേം 1 ആണ്. അത് ടെൻസ് ടു 0 അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഡൈവേർജന്റ് ആയിരിക്കും, കൺവേർജ് ചെയ്യില്ല, ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടില്ല എന്ന് പറയാം. പിന്നെ അതിപ്പോൾ nth ടേം 0യിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ 1/n, 1 + 1/2 + 1/3 + എക്സെട്ര. ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടോ, ഫൈനൈറ്റ് സം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ തിയറം വെച്ച് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ nth ടേം കൺവേർജസ് ടു 0 അല്ലാത്ത സീരീസുകൾ തന്നാൽ ഈ തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ഹിയർ nth ടേം is 1 and limit is also 1, it is non-zero, nth term does not converge to 0, so that the series will not have a finite limit, or the series is divergent. It does not have a finite sum. Whereas ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ തിയറം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ nth ടേം എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 1/n ആണ്. 1/n-ന്റെ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡിൽ, അതായത് എസ് എൻ എന്താണെന്ന് നോക്കണം. എസ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 + 1/2 + 1/3 + എക്സെട്ര + 1/n ആണ്. ഇത് കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ സീക്വൻസിന്റെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, കോഷി സീക്വൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഇത് ഡൈവേർജന്റ് ആണെന്ന്. കാരണം നമ്മൾ S2m എടുത്തപ്പോഴേ S2m - SM എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. S2m എന്ന് പറഞ്ഞാൽ 1 + 1/2 + എക്സെട്ര + 1/2m. അപ്പൊ S2m - SM എടുത്തപ്പം യു വിൽ ഗെറ്റ് 1/m+1 തുടങ്ങി 1/m+1, 1/m+2 എക്സെട്ര 1/2m. ഇതിന് നമ്മൾ 1/2 കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ, 1/2m കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഡിനോമിനേറ്ററിലെ ഏറ്റവും വലിയ നമ്പറാണ് 2m. അപ്പോൾ വലിയ നമ്പർ കൊണ്ട് ഡിനോമിനേറ്റർ റീപ്ലേസ് ചെയ്ത ഈ നമ്പർ ചെറുതാവാണ് ചെയ്യണേ. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m times 1/2m ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1/2. m times 1/2m, that is 1/2. സോ ക്ലിയർലി വേണമെങ്കിൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ തന്നെ എഴുതാം, കാരണം സ്ട്രിക്ട്ലി വലുതാണ്. സോ ഈ ഒരു കോഷ്യസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട്, കോഷ്യസ് ക്രൈറ്റീരിയത്തിൽ നമ്മൾ പറയുന്നത്, കോഷ്യസ് ക്രൈറ്റീരിയൻ പറയുന്നത് എന്താണ്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 if sequence Sn is convergent, it is Cauchy. If it is Cauchy, then for every epsilon greater than 0 there exists a positive integer m such that modulus of Sn plus p minus Sn is less than epsilon for all n greater than or equal to m. So here then for n equal to m equal to, so n equal to p equal to m, we will get modulus of S2m minus Sm is less than epsilon for all n greater than or equal to less than epsilon എന്ന് കിട്ടും. അതായത് if this is Cauchy, if the sequence Sn is Cauchy, we can prove that corresponding to every epsilon, in particular for every epsilon greater than 0 there exists an m such that this is true. There exists an m such that modulus of S2m minus Sm is less than epsilon. Now in this case we have here we have modulus of S2m minus Sm is greater than 1/2. So star noduthala, if we take epsilon equal to 1/2
star implies modulus of S2m minus SM is less than, greater than 1 by 2. Greater than 1 by 2 is greater than epsilon. This is true for every m. This is true for every m. For every m. That means does not exist a positive integer m such that this is less than epsilon. That means sequence is not Cauchy, or so that it is not this is less than epsilon. No, there does not exist an m such that this is true. That means Sn is not Cauchy, that is sequence Sn is not convergent. Sequence Sn not convergent എന്ന് പറഞ്ഞാൽ sigma corresponding sigma an. Sigma n എന്താണ്? Sigma 1 by n. Sigma 1 by n is not convergent. Therefore, this series sigma 1 by n is not convergent. It does not have a finite sum. പിന്നീട് നമുക്കിത് ഒരു കാര്യം കൂടി എഴുതാൻ പറ്റും. കാരണം ഇത് മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. 1 + 1 by 2 + 1 by 3 + എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എല്ലാ ടേംസും പോസിറ്റീവ് ടേംസ് ആണ് ഈ സീക്വൻസിൽ വന്നിരിക്കുന്നത്. ഈ സീരീസിലെ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ടേം സീരീസ് എപ്പോഴും മോണോട്ടോണിക് ഇൻക്രീസിങ് ആയിരിക്കും. അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് മോണോട്ടോണിക് ഇൻക്രീസിങ് ആയിരിക്കും. മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഡൈവേർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് പ്രോപ്പർലി ഡൈവേർജസ് ടു ഇൻഫിനിറ്റി. That means the sum is also infinity. The sequence of partial sums diverges to infinity means the corresponding series has sum is equal to infinity, limit is equal to infinity. അപ്പോൾ അതും കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളത്. അത് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. കുറച്ചുകൂടെ ഞാനത് ഡിഫൈൻ ചെയ്തില്ലല്ലോ, കറക്റ്റായിട്ട് എഴുതിയില്ല.